റിയാസ്. അല്ല, ഒന്ന് ഇപ്പോൾ 18 വർഷം 1991 മുതൽ 2009 വരെയുള്ള 18 വർഷത്തിനിടയിൽ 6 തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യം കണ്ടിട്ടുണ്ട്. ഈ 6 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2009 മാത്യു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കോർപ്പറേറ്റുകൾ ഏറ്റവും അധികം ഫണ്ട് ഇറക്കിയതും പ്രചരണം നടത്തിയതും ഇടതുപക്ഷത്തിൻ്റെ അംഗബലം കുറക്കാനായിരുന്നു. 2004 ഇടതുപക്ഷത്തിൻ്റെ അംഗബലം കൂടിയത് കൊണ്ട് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ എത്രത്തോളം തടഞ്ഞു എന്നിപ്പോൾ സമയക്കുറവ് ഞാൻ പറയുന്നില്ല, മാത്യുവിനും അറിയാം. ഒന്നാം UP ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് പൊതുമിനിമം പരിപാടി വെച്ചുകൊണ്ട് എത്രത്തോളം തടഞ്ഞു. അപ്പോൾ 2009 കോൺഗ്രസിന് ഒരു തരത്തിലും കോർപ്പറേറ്റ് സഹായം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. അത് തെറ്റായ ഒരു അഭിപ്രായ പ്രകടനമാണ് മാത്യു നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രശ്നം 2009 അല്ല 2019. 2009 വ്യക്തികളെ വെച്ചുകൊണ്ട് കോർപ്പറേറ്റ് ഇടപെടലല്ല നടന്നത്. 2014 മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് പ്രസിഡൻഷ്യൽ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ വ്യക്തികളെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു തന്ത്രമാണ് ഇതേ കോർപ്പറേറ്റുകൾ അവരുടെ ഫണ്ടിങ് നൽകുന്നതിലൂടെ നടത്തിയിട്ടുള്ളത്. 2014 കോൺഗ്രസിനേക്കാൾ മെച്ചം BJP ആണ് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിനെ സ്പോൺസർ ചെയ്യുന്നത് നിർത്തി, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ സ്പോൺസർ ചെയ്യുന്നത് നിർത്തി BJPയെ സ്പോൺസർ ചെയ്യുക അല്ലെങ്കിൽ മോദിയെ സ്പോൺസർ ചെയ്യുക എന്നുള്ളതിലേക്ക് എത്തി. അപ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് കോർപ്പറേറ്റുകൾ നിശ്ചയിക്കുന്ന അജണ്ടകൾ ആര് നടപ്പിലാക്കുന്നു അതിനനുസരിച്ച് സ്പോൺസറിങ്ങും പബ്ലിസിറ്റിയും വരും. അത് ഇത്തവണ BJPക്കാണ് എന്ന് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. വീണ്ടും രാഹുൽ വേഴ്സസ് മോഡി എന്നുള്ള പ്രചരണത്തിൻ്റെ പിന്നിൽ പോലും ഈ കോർപ്പറേറ്റ് താല്പര്യമാണ് എന്നുള്ളത് കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ജനജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം വ്യക്തികളിലേക്കോ അല്ലെങ്കിൽ മറ്റ് യാഥാർത്ഥ്യമല്ലാത്ത വിഷയങ്ങളിലേക്കോ കൊണ്ടെത്തിക്കുക എന്നുള്ള ലക്ഷ്യം ജനജീവൽ പ്രശ്നങ്ങളിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയെ വഴിമാറ്റുക എന്നുള്ളതാണ്. ആ തന്ത്രം തന്നെയായിരിക്കും കോർപ്പറേറ്റ് അജണ്ട. ആ തന്ത്രത്തിൽ വീഴാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് വോട്ടർമാർക്കുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ സംശയം.